എന്റെ നമസ്കാരം. എന്റെ പേര് ഹിബ ഫാത്തിമ. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് സമയത്തിന്റെ വില. ഒരിടത്ത് വളരെ ധനികനായ ഒരച്ഛനും മകനും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കഠിനാധ്വാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ സമയം എന്നത് അദ്ദേഹത്തിന് വിലപ്പെട്ട ഒന്നായിരുന്നു. എന്നാൽ മകനാകട്ടെ കുഴിമടിയനും അലസനുമായിരുന്നു. അവൻ തന്റെ സമയത്തെ ദിനം പ്രതി പാഴാക്കിക്കൊണ്ടേയിരുന്നു. മകന്റെ ഈ സ്വഭാവം അദ്ദേഹത്തെയും കുടുംബത്തെയും അതിയായി വിഷമിപ്പിച്ചു. അവരാൽ കഴിയും വിധം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിനൊന്നും ചെവി കൊടുത്തില്ല. അതിനാൽ ഏത് വിധേനയും സമയത്തിന്റെ വില അവനെ പഠിപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അടുത്ത ദിവസം അവനുമായി അടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോയി. അവിടെ ഒരുപാട് ആളുകൾ വിനോദത്തിനായി വരുന്നത് കൊണ്ട് തന്നെ ധാരാളം യാചകരും ഉണ്ടായിരുന്നു. അവിടെ ഭിക്ഷയെടുത്തിരുന്ന 3 യാചകരുടെ അടുത്തേക്ക് അവർ ചെന്നു. കയ്യിൽ കരുതി വെച്ചിരുന്ന ഓരോ കെട്ട് പണം വീതം 3 പേർക്കും വീതിച്ചു നൽകി. താൻ ചോദിച്ചാൽ 1 രൂപ പോലും തരാത്ത അച്ഛന്റെ ആ പ്രവൃത്തി കണ്ട് അവൻ അമ്പരന്നു. അവന്റെ മുഖത്ത് നിന്നും അത് വായിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിലും അയാൾ അതിനെപ്പറ്റി ഒരു വാക്കുപോലും സംസാരിച്ചില്ല. അങ്ങനെ 1 വർഷം കഴിഞ്ഞുപോയി. വീണ്ടും അവനുമായി അദ്ദേഹം ആ പാർക്കിലേക്ക് പോയി. കഴിഞ്ഞ വർഷം പണം നൽകിയ യാചകരിൽ ഒരാളെ അവിടെ വെച്ച് കാണാനിടയായി. എന്നിട്ട് അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങൾക്ക് കുറേ പണം നൽകിയിരുന്നു. ആ പണമെല്ലാം നിങ്ങൾ എന്ത് ചെയ്തു? പിന്നെയും എന്തിനാണ് ഇവിടെ വന്നിരുന്ന് ഭിക്ഷയെടുക്കുന്നത്? താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. നിങ്ങളെ ഞാൻ ഓർക്കുന്നു. നിങ്ങൾ എനിക്ക് കുറേ പണം നൽകിയിരുന്നു. ആ പണം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പണം ലഭിച്ചാൽ അടുത്ത 3 മാസത്തോളം ഞാൻ സന്തോഷവാനായി ജീവിച്ചു. ആ പണം ഉപയോഗിച്ച് നല്ല ഭക്ഷണം കഴിച്ച് നല്ല നാട്ടിൽ താമസിച്ച് നല്ല സന്തോഷവാനായി കഴിയുകയായിരുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ കയ്യിലെ പൈസയെല്ലാം തീർന്നു. പിന്നീട് ഞാൻ ഇവിടെ എത്തി ഭിക്ഷയെടുക്കുവാൻ ആരംഭിച്ചു. അദ്ദേഹം ഇത് കേട്ട ശേഷം ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ 2 പേർ കൂടി ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? അതിൽ ഒരാളെ പറ്റി എനിക്കറിയില്ല. പക്ഷേ രണ്ടാമൻ ഉണ്ടായിരുന്നല്ലോ, അയാൾ ഇപ്പോൾ ഭിക്ഷ എടുക്കുന്നതെല്ലാം നിർത്തി. ആ കാണുന്ന ഹോട്ടൽ ഇപ്പോൾ അയാളുടേതാണ്. ഇത് കേട്ട ശേഷം അദ്ദേഹവും മകനും ആ ഹോട്ടലിന് നേരെ നടന്നു. താൻ പൈസ നൽകിയ യാചകൻ ഇപ്പോൾ ആ ഹോട്ടലിന്റെ ഉടമയാണ്. ഹോട്ടലുടമ തനിക്ക് പണം നൽകിയ ആ വലിയ മനുഷ്യനെ കണ്ട് ഓടിച്ചെന്ന് കൈകൂപ്പി നന്ദി പറഞ്ഞു. അദ്ദേഹം 3ാമത്തെ ആളെ പറ്റി അയാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, താങ്കൾ അന്ന് നൽകിയ പൈസ മുഴുവൻ അവൻ ചൂത് കളിച്ച് നശിപ്പിച്ചു. പിന്നെയും ഇവിടെ പകലെത്തി ഭിക്ഷയെടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് രാത്രി ചൂത് കളിച്ച് നശിപ്പിക്കുകയാണ്. താങ്കൾ അന്ന് അവന് പൈസ കൊടുക്കണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും ചിന്തിക്കും. തിരിച്ച് വീട്ടിലെത്തിയ ശേഷം അയാൾ മകനോട് പറഞ്ഞു, ഞാൻ ഈ 3 പേർക്കും ഒരേ സമയം ഒരേ ദിവസം ഒരേ അളവിലാണ് പണം നൽകിയത്. എന്നാൽ അതിൽ ഒരാൾ മാത്രമേ ആ സമയത്തെയും പണത്തെയും വേണ്ട പോലെ പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാവും വിധം ജീവിക്കുന്നു. മറ്റു 2 പേരും ഇപ്പോഴും പഴയ അവസ്ഥയിൽ തുടരുന്നു. നമുക്ക് ലഭിക്കുന്ന സമയം പണത്തേക്കാൾ വിലമതിക്കുന്ന ഒന്നാണ്. സമയവും പണവും ഒത്തുചേരുമ്പോഴാണ് പുതിയ തുടക്കം കുറിക്കുന്നത്. സമയം വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ പിന്നീട് നമുക്ക് എത്ര പണം വേണമെങ്കിലും സമ്പാദിക്കാം. ഭൂമിയിൽ എല്ലാവർക്കും തുല്യമായി ലഭിച്ച ഒന്നുണ്ടെങ്കിൽ അത് സമയമാണ്. നിനക്ക് ലഭിച്ച ഈ നേരത്തെ പ്രയോജനപ്പെടുത്തി ആ ഹോട്ടലുടമയെ പോലെ നിനക്ക് വിജയിച്ച് മുന്നേറാം. അല്ലെങ്കിൽ മറ്റു 2 വിഷക്കാരെ പോലെ സമയത്തിനും പണത്തിനും മൂല്യമർപ്പിക്കാതെ നശിച്ചു പോകാം. തന്റെ തെറ്റ് മനസ്സിലാക്കിയ മകൻ അന്നു മുതൽ അച്ഛനെ പോലെ ഒരു കഠിനാധ്വാനിയായി സമയത്തിന് മൂല്യമർപ്പിച്ച് വിജയിച്ച് മുന്നേറിക്കൊണ്ടേയിരുന്നു. നന്ദി, നമസ്കാരം.